ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നൊരു പുതിയ ദിവസമാണ്. അപ്പം ഒരു പുതിയ ടോപ്പിക്കായിട്ട് നമ്മൾ ഇന്ന് വന്നേക്കാണ്. തമ്മിലിൽ കണ്ട പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇതും ഒരു ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്കിനി റൂട്ട് കനാൽ ചെയ്യാൻ ഉണ്ടാകുന്ന സാഹചര്യം എന്താണെന്ന് നോക്കാം. അതായത് ഒരു കേട്, ചെറിയൊരു കേടായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു ബ്ലാക്ക് സ്പോട്ട് ആയിട്ട് കാണുന്നതായിരിക്കാം. നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാണ്ട് അല്ലെങ്കിൽ നോക്കാണ്ട് വിട്ട് കഴിയുമ്പോഴത്തേനും ഈ കേട് അവിടെ ഇരുന്നിട്ട് വലുതായി വലുതായി ചിലപ്പോൾ അത് പുറത്തേക്ക് കാണിക്കുന്നുണ്ടാവില്ല, ഉള്ളിലേക്ക് സ്പ്രെഡായി നമ്മുടെ പല്ലിന്റെ മെയിൻ ഭാഗമായ പൾപ്പിലേക്ക് അഫക്റ്റ് ചെയ്യുമ്പോഴാണ് വേദന വരുന്നത്. പൾപ്പ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഭാഗമാണ് പല്ലിന്റെ. അപ്പൊ അവിടെയാണ് ഒരുപാട് നെർവ് സപ്ലൈസും കാര്യങ്ങളും ബ്ലഡ് സപ്ലൈ ഒക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് പല്ലിന് ജീവനുള്ള പല്ലാന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ പൾപ്പിലേക്ക് ഈ കേട് അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് വേദന ആൾക്കാർക്ക് വന്നു തുടങ്ങുന്നത്. അന്നേരമാണ് ആൾക്കാർ കൂടുതലായിട്ട് നോട്ടീസ് ചെയ്യണം, പല്ലുവേദനയാണ്, സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെഡിക്കേഷൻസ് സ്വന്തമായിട്ട് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല്ലിന്റെ ഒരു ട്രീറ്റ്മെന്റും മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുന്നതല്ല. അത് നമ്മൾ ഫിസിക്കലി ഡെന്റൽ ക്ലിനിക്കിൽ ചെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റേണ്ട കാര്യങ്ങളാണ്. ഒരു പല്ലിന്റെ ട്രീറ്റ്മെന്റ് പോലും മരുന്ന് കഴിച്ചിട്ട് മാറിയ ചരിത്രം ഇല്ല. കാരണം വെച്ചാൽ മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് കാലത്തേക്ക് അത് കുറഞ്ഞു നിൽക്കും, പിന്നെ അത് പിന്നെയും വരും. സോ നമുക്കത് അതായത് ഡെന്റൽ ചെയറിൽ ഇരുന്ന് തന്നെ ഒരു ഡെന്റിസ്റ്റ് തന്നെ ട്രീറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് നമുക്ക് ഡെന്റലിൽ വരുന്ന എല്ലാ കേസുകളും. അപ്പൊ അതുകൊണ്ട് തന്നെ റൂട്ട് കനാൽ ആണെങ്കിലും നിങ്ങൾ റൂട്ട് കനാലേക്ക് പോകുന്നതിന് മുന്നേ, എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, റൂട്ട് കനാലേക്ക് എത്തിക്കുന്നതിന് മുന്നേ നിങ്ങൾ അത് നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെറിയ കേടാണെങ്കിൽ അപ്പോഴേ അടച്ച് ക്ലോസ് ചെയ്യുക. അപ്പൊ ഈ റൂട്ട് കനാലിന് വരുന്ന ആൾക്കാർ യൂഷ്വലി എന്താ പറയുക, റൂട്ട് കനാലിന് 3 സിറ്റിങ്സ് ആണ് ഉണ്ടാവാറ്. അപ്പൊ എങ്ങനെങ്കിലും ഒക്കെ ആൾക്കാർ 3 സിറ്റിങ്സിന് വേദന ഒന്ന് കുറയട്ടെ വിചാരിച്ചിട്ട്, ഇനിയിപ്പോ ഒന്നും ആക്കണ്ട വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതിൽ ഭൂരിപക്ഷം പേരും ഈ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പല്ലിൽ ക്യാപ്പ് ഇടുക എന്നുള്ള സംഭവമുണ്ട്. ആ സംഭവത്തിന് ആൾക്കാർ ആ വഴിക്കേ വരില്ല. അതായത് നമ്മൾ ഈ റൂട്ട് കനാൽ ചെയ്യുമ്പം ആ സിറ്റിങ്ങിന് കുറച്ച് പൈസയേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ പറയുന്ന ക്യാപ്പിന് ഇതിൽ കുറച്ച് കൂടുതൽ പൈസ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ ആ വഴിക്ക് വരില്ല. അപ്പോൾ അവർ പറയും, അതായത് വേറെ പരിപാടികളുണ്ട്, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയും. പക്ഷെ വേദന ഉണ്ടായിരുന്ന സമയത്ത് 3 സിറ്റിങ്ങിനും വന്ന ആൾക്കാരാണ് ഇവര്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിന്റെ എമൗണ്ട് ഓർത്തിട്ട് ഒക്കെയാണ് ആൾക്കാർ വരാൻ മടിക്കുന്നത്. ഇതിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ റൂട്ട് കനാൽ ചെയ്ത് ആദ്യത്തെ കുറച്ച് നാളുകളൊന്നും പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് വർഷം അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ പല്ലിന്റെ, അതായത് റൂട്ട് കനാൽ ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യും. അതായത് പല്ല് നമ്മൾ നോർമലി ഫില്ല് ചെയ്യുന്ന പോലെ ഫില്ല് ചെയ്ത് വിടും. അപ്പൊ ഈ പല്ല് കുറച്ചു കാലം കഴിയുമ്പോൾ വീക്കായി പോകും. വീക്കാണെന്ന് പറഞ്ഞാൽ ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ പല്ല് പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മളിതിന്റെ ജീവനുള്ള ഭാഗമായ പൾപ്പില്ലേ, പൾപ്പ് പുറത്തെടുത്ത് കളയുകയാണ്. കാരണം ഇൻഫെക്ഷൻ വന്നിട്ട് നമുക്ക് പൾപ്പ് പുറത്തെടുത്ത് കളയേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത് പുറത്തെടുത്ത് കളഞ്ഞു കഴിയുമ്പോഴത്തേനും പല്ല് ഓട്ടോമാറ്റിക്കലി വീക്കാകുന്ന സമയത്ത് നമ്മൾ ഹൈ ഫോഴ്സസ് അല്ലെങ്കിൽ കുറച്ച് കൂടിയ ഫോഴ്സ് വെച്ച് നമ്മൾ കടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഈ പല്ല് പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് വരും. ആദ്യത്തെ കേസിലാണ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഫില്ല് ചെയ്തിട്ട് ക്യാപ്പിട്ട് വിടാം. പക്ഷെ മിക്ക ആൾക്കാരും വരുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി, എന്താ പറയാ, പല്ലിന്റെ ക്രൗൺ സ്ട്രക്ചർ, ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം, ക്രൗൺ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷമായിരിക്കും ക്ലിനിക്കിലേക്ക് വരുന്നത്. പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് ആ പല്ല് എടുത്ത് കളയാല്ലാണ്ട് വേറെ വഴിയില്ല. ഈ റൂട്ട് കനാൽ ചെയ്ത പല്ല് എടുക്കാനും നല്ല പാടാണ്. അപ്പോ എന്താ പറയാ, അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാണ്ട് നമ്മൾ പറയുന്ന ടൈമിനുള്ളിൽ വന്ന് ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു 10 to 15 ഇയേഴ്സ് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. ആ പല്ല് അവിടെ ഇതായിട്ട് നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് ചവച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള ഫുഡ് കഴിച്ചാലോ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഇല്ല. പിന്നെ നോക്കുകയാണെങ്കിൽ പലരുടെയും ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് തന്നെയാണ്. അപ്പൊ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലുള്ള ക്യാപ്പുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ എന്താ പറയാ, ഇപ്പൊ മെറ്റൽ ക്യാപ്സിന് കമ്പാരിറ്റീവ്ലി സെറാമിക് വെച്ച് നോക്കുമ്പോൾ വില കുറവാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും, എന്താ പറയാ, ഫ്രണ്ടിലുള്ള പല്ലൊക്കെ ഇപ്പൊ നമ്മൾ ചിരിക്കണ സമയത്ത് ഈ പല്ല് വരെ കാണും, അതായത് പ്രീമോളർ എന്ന് പറയും, ആ പല്ല് വരെ കാണും. അപ്പം സെക്കൻഡ് പ്രീമോളർ ഒക്കെ ആണെങ്കിൽ നമുക്ക് മെറ്റൽ ക്യാപ്പ് എങ്ങനെങ്കിലും ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് വെക്കാം. പക്ഷെ ഫ്രണ്ടിലോട്ടുള്ള പല്ലൊക്കെ നമുക്ക് ഇതുപോലെ റൂട്ട് കനാൽ ചെയ്ത പല്ലാണെങ്കിൽ ഒരിക്കലും നമുക്ക് മെറ്റൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് സെറാമിക് തന്നെ യൂസ് ചെയ്യേണ്ടി വരും.
ഈ പറയുന്ന മെറ്റലും സെറാമിക്കും അല്ലാണ്ട് കുറച്ചും കൂടെ ഹയർ റേറ്റിൽ വരുന്നതാണ് സിർക്കോണിയ എന്ന് പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ പല്ല് പോലെ തന്നെ ഇരിക്കും. അതായത് അതിന് കുറച്ച് ട്രാൻസ്പെറൻസി ഉണ്ടാവും. ഈ നമ്മുടെ പല്ലിൽ ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ട്രാൻസ്പെറൻസി കാണും. അപ്പോൾ ആ ട്രാൻസ്പെറൻസി വരെ സിർക്കോണിയ ക്യാപ്സിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ അതേസമയം സെറാമിക്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല്ലിന്റെ കളർ അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഇറക്കുന്നത്. അപ്പം ബാക്കിലോട്ടുള്ള ടീത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പുറകിലേക്ക് കാണാത്ത പല്ലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്താ പറയുക മെറ്റൽ ക്യാപ്സ് യൂസ് ചെയ്ത് നമുക്കത് നിലനിർത്താൻ പറ്റും. അല്ല ഇപ്പം കുഴപ്പമില്ല, ബഡ്ജറ്റ് കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ സെറാമിക് ആണെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും. പിന്നെ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ എന്താ പറയുക ഗോൾഡ് വെച്ചിട്ടൊക്കെ ചെയ്യുമായിരുന്നു. അതായത് ഗോൾഡ് കവറിങ് വെച്ചിട്ട് ക്യാപ്പ് ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഈ റൂട്ട് കനാൽ ചെയ്തിട്ട് വേദന കുറഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ ചെയ്യണ്ടല്ലോ, ഇനിയിപ്പോൾ എന്തിനാ വെറുതെ ക്യാപ്പ് ഇട്ടിട്ട്, വേദന കുറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ഒരുപാട് ആൾക്കാരത് നെഗ്ലക്റ്റ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയത്. അതായത് ഒരിക്കലും അത് നെഗ്ലക്റ്റ് ചെയ്യരുത്. നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം വരാൻ പോവുക. കാരണം നമ്മളത് ട്രീറ്റ് ചെയ്ത പല്ലാണ്. അപ്പം അത് നമ്മൾ പിന്നീട് അതിനൊരു മെയിൻ്റെനൻസ് പോലെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പല്ല് പിന്നെ നമുക്ക് ജീവിതകാലം മൊത്തം ഉപയോഗിക്കാനൊന്നും പറ്റില്ല ആ പല്ല്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഈ കാര്യത്തിനെ പറ്റി നെഗ്ലക്റ്റ് ചെയ്യാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഓപ്ഷൻ ചോദിക്കുക, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ആണ് ഉള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഒട്ടും വൈകാണ്ട് ഒരു 1 ഇയർ പോലും എടുക്കരുത് നിങ്ങൾ, അതായത് ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട്. കാരണം പറയാൻ പറ്റില്ല, കാരണം പല്ല് എപ്പോഴാ പൊട്ടിപ്പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല, നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. അതായത് ഈ ക്യാപ്പ് ഇട്ടാൽ മാത്രമേ നമുക്ക് ആ പല്ല് അവിടെ നിൽക്കും എന്നുള്ള ഉറപ്പുണ്ടാവുള്ളൂ. മാക്സിമം ഒരു 6 മന്ത്സിനുള്ളിലൊക്കെ തന്നെ വന്നിട്ട് ക്യാപ്പ് ഇടാൻ ശ്രമിക്കുക. എന്താ പറയാ, നമുക്ക് ഇപ്പോൾ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പല്ല് ആവശ്യമാണ്. പല്ലില്ലാത്ത ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സങ്കടമാണ്. മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, നമുക്ക് എന്താ പറയുക ബാക്കിലൊന്നും പല്ലില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഈ ബാക്കിലെ പല്ലുകളൊക്കെ നിങ്ങൾ ക്യാപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് കളയേണ്ടി വരും. എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലോ ഇതിനേക്കാൾ ഇരട്ടി പൈസ നിങ്ങൾ ചിലവാക്കേണ്ടി വരും വേറൊരു പല്ല് അവിടെ വെക്കാൻ വേണ്ടി തന്നെ. സോ അതുകൊണ്ട് തന്നെ അത് അതിനേക്കാളും കഷ്ടമാണ്, പല്ല് വെക്കുന്നത് അതിനേക്കാളും കഷ്ടമാണ്. ഈസി ആയിട്ട് പിന്നെ വെക്കാൻ പറ്റുന്ന മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ക്യാപ്പിന് ചെറിയ പൈസ കൊടുക്കുന്നതിന് പകരം വലിയ പൈസ കൊടുക്കണേക്കാളും നല്ലതാണ് റൂട്ട് കനാൽ ചെയ്ത പല്ല് ക്യാപ്പ് ഇട്ട് നിലനിർത്തുക എന്നുള്ളത്. അപ്പം എന്താ പറയുക, ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിലും നമുക്ക് ചൂ ചെയ്ത് കഴിച്ചാൽ മാത്രമേ നമുക്ക് ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ മുന്നിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്താ പറയുക കേട് കാണുമ്പം അത് നേരത്തെ തന്നെ മുന്നേ റൂട്ട് കനാലിലേക്ക് എത്തിക്കാണ്ട് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. റൂട്ട് കനാൽ ചെയ്തവരാണെങ്കിലും 3 സിറ്റിങ്ങും കറക്റ്റ് ആയിട്ട് ചെല്ലുക. ചില ആളുകൾക്ക് 3 സിറ്റിങ്ങിൽ കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരിൽ എന്താ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പഴുപ്പ് കൂടുതലായിട്ടുള്ളവരുണ്ടാവും. അപ്പൊ ചിലപ്പോൾ അവർക്ക് ഒരു സിറ്റിംഗ് അല്ലെങ്കിൽ 3 സിറ്റിംഗ് കൊണ്ട് അവർക്ക് തീരില്ല. അപ്പൊ അത് 4 സിറ്റിംഗ് ഒക്കെ പോകേണ്ടി വരും. അങ്ങനെയുള്ള പല്ലുകളും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ സിറ്റിങ്ങിന് കറക്റ്റായിട്ട് പോവുക, കറക്റ്റായിട്ട് മെഡിക്കേഷൻസ് കഴിക്കുക. അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്തപ്പോൾ വേദനയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം റൂട്ട് കനാൽ ചെയ്ത വേദന വരാനുള്ള കാരണം നമ്മളായിട്ട് തന്നെ സൃഷ്ടിക്കുന്നതാണ്. കാരണം നമ്മളത് നേരത്തെ പോയി ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് വേദന വരുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് പെയിൻ ഉണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ടും ആ ഇൻഫെക്ഷൻ കുറയാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സും ഡോക്ടേഴ്സ് തന്നാണ് വിടുന്നത്. അത് കൃത്യമായിട്ട് കഴിക്കുക. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സോ അത് അങ്ങനെ ചെയ്യുമ്പം ഡെന്റിസ്റ്റിനും ഈക്വലി എളുപ്പമായിരിക്കും കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, നിങ്ങൾക്കും അത് ഭാവിയിലാണെങ്കിലും സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും നിങ്ങളുടെ മൗത്തിനുള്ളിലെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒട്ടും മറക്കരുത്. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും.